ചില ആളുകൾ സെലക്റ്റഡ് വിഷയത്തിലേ ഞെട്ടുള്ളൂ. ഈ സെലക്റ്റഡ് ഞെട്ടൽ ടീം ഇതിൽ ഞെട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഞാനിങ്ങനെ ഒരു കൺസേൺ പറയുന്ന ആളായിട്ടൊന്നും അല്ലേ, ഒരു കച്ചറക്കാരനാണോ എന്ന് സംശയമുണ്ട് എനിക്ക്. അതായത് ഇപ്പോൾ ഇവിടെ ഏതോ ഒരു മന്ദബുദ്ധി, ഏതോ ഒരു സൈക്കോ അയാളുടെ വണ്ടിൻ്റെ ബാക്കിൽ പട്ടിനെ കെട്ടിയിട്ട് വണ്ടി ഓടിച്ചു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം അങ്ങ് മദീനത്തുർ റസൂലിൽ ജീവിച്ച് ലോകത്തിന് മാതൃകയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത് ഞെട്ടിയൊരു ടീമുണ്ട്. വൻ ഞെട്ടലായിരുന്നു. എല്ലാ പ്രൊഫൈലുകളിലും നായിനോടുള്ള ഭയങ്കര ദയാവായ്പകളൊക്കെ. എൻ്റെ വീടിൻ്റെയൊക്കെ പരിസരത്ത് ഒരു ബഷീറിൻ്റെയും എന്നെക്കാളും ബഷീറിൻ്റെ വീടിൻ്റെ പരിസരത്താണ്, പാലക്കാട് ജില്ലയിലൊരു സ്ഥലത്ത് ഈ പന്നിക്ക് വെച്ച പടക്കം ആന വിഴുങ്ങിയിട്ട് ഗർഭിണിയായ ആന ചത്തപ്പോൾ വൻ ഞെട്ടലായിരുന്നു. ഈ ഞെട്ടലിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവർക്ക് ചുറ്റും പരിസരത്തുള്ള കുറച്ചും കൂടി ആൾക്കാരെ ഞെട്ടിക്കാൻ കഴിയുന്നുള്ളതാണ് എൻ്റെ ഒരു വിഷയം. മാത്രമല്ല, മുസ്ലിം പെൺകുട്ടികളുടെ ഈ മൊത്തം മൂടിയ വസ്ത്രം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ചൂടും പുക ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ ആൾക്കാരാണ്. മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ മുത്തലാഖ് എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു 10 പോലും കോടതികളിൽ വന്നതിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ എണ്ണിയെടുക്കാനില്ലാത്ത വിഷയത്തിൽ അതിലിങ്ങോട്ട് ഞെട്ടിയിട്ട് ഭയങ്കര നിയമനിർമ്മാണമൊക്കെ എന്ത് ചെയ്യും, നടത്തും. മാത്രമല്ല, പിന്നുള്ളൊരു ഞെട്ടൽ എന്ന് പറയുന്നത് കാര്യമായിട്ട് മുസ്ലിം സ്ത്രീകളുടെ വിഷയമാണ് എന്ത് ചെയ്യണത്, ഞെട്ടിക്കൊണ്ടേ ഇരിക്കണത്. ഈ പറയുന്ന സെലക്റ്റഡ് ഞെട്ടൽ ടീമൊന്നും എന്ത് ചെയ്യണില്ല, അനങ്ങണില്ല.